എന്താടാ എന്താണ് നടന്നത്? എന്ത് പറ്റിയടാ? വെടിവെച്ച കേട്ടപ്പോ ചങ്കിനകത്തൊരു കുളത്തിപ്പിടുത്തം. നീ എന്താ ഇങ്ങോട്ട് വന്നത്? ബംഗ്ലാവിൽ കാനഡ കൊച്ചമ്മ വന്നേക്കണ്. കാനഡ കൊച്ചമ്മ? ആ, നമ്മുടെ നന്ദിനി കൊച്ചമ്മ. നമ്മുടെ ഓഫീസിലെ സൂസന്നയോട് ചട്ടിയിലിട്ട് വറുത്ത പോലെ കുറെ ചോദ്യങ്ങൾ. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ എസ്റ്റേറ്റിന്റെ വീതി നീളവും വിസ്തീർണവും എല്ലാം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ സാറിനെ പ്രത്യേകം തിരക്കി. ഓഹോ, അപ്പൊ കണക്കെടുപ്പിന് വന്നതാണ്. കാനഡ ഇങ്ങോട്ട് കാല് കുത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയല്ലേ? കാന്താരി മുളകോളം ഉള്ളെങ്കിലും ആള് ജഗജില്ല. ഞാൻ നേരിൽ കണ്ടതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയായി. ഓക്കെ, ആ വക്കീലിന്റെ പുഷിങ്ങായിരിക്കും. മുളയിലെ നുള്ളിയില്ലെങ്കിൽ പടർന്ന് കേറി ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലും, അത് ഉറപ്പാ സാർ. ഒരു കാര്യം ചെയ്യും, ആ പട്ടാളം വാസം ഇങ്ങോട്ട് വരാൻ പറ. അത്രയ്ക്ക് വേണം? വേണം. പോരുമ്പോ പണ്ട് നമ്മൾ റേഞ്ചർക്ക് വെച്ചതുപോലെ ഒരു കെണി കൂടി കരുതിക്കൊള്ളാൻ പറ. എന്റെ അമ്മയ്ക്ക് ഞാൻ തന്നെ പോണോ? പോണം. എന്റെ കർത്താവേ! पाकिस्तान में 40 पैटर्न टैंक को खत्म हुआ एक बॉम्ब से, सिर्फ एक बॉम्ब से। बैंगलोर में शॉपिंग कॉम्प्लेक्स, न्यू दिल्ली में विक्टोरिया फ्लाईओवर, मद्रास में एयरपोर्ट। आई एम ए बैड मैन, समझा? രാജേന്ദ്രൻ സാർ അപ്പോൾ കേണൽ വാസുവിനെ മറന്നിട്ടില്ല അല്ലേ? പട്ടാളം വാസു ആശാനെ അത്രക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ ആശാനെ? ആശാനല്ല, സാബ്, കേണൽ സാബ്. അങ്ങനെ മറക്കാൻ പറ്റുമോ കേണൽ സാബേ? അച്ഛാ, പക്ഷെ ആ റേഞ്ചർ കിറ്റ് കെടിവെച്ചതിന് ശേഷം എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ കരുതി അതിനുശേഷം കെണിവെക്കാൻ എന്തെങ്കിലും ഇരവന്ന് വീണ് കിട്ടണ്ടേ? അച്ഛാ, ഇതിപ്പോ ഏതാണ് പുതിയത്? ഷോപ്പിംഗ് സെന്റർ, സിനിമ തിയേറ്റർ, റെയിൽവേ സ്റ്റേഷൻ? ഇതൊന്നും അല്ല, ഒരു കാനഡ ഇറക്കുമതിയാ. നന്ദിനി കൊച്ചമ്മ. ദൈവത്തെ ഓർത്ത് സാബ് ഒഴിഞ്ഞു മാറരുത്. ശ്രമിക്കാം. ഒരു ഇന്റർനാഷണൽ ലൈനിലുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്റെ സ്വപ്നം. മൈ പ്രസ്റ്റേജ്. എങ്കിലും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. സംശ, ഏത് കണിയാണ് വേണ്ടത്? ഹ്യൂമൻ ബോംബ്, ബെൽറ്റ് ബോംബ്, ലെറ്റർ ബോംബ്, ബ്രീഫ് കേസ് ബോംബ്, മീറ്റർ ടൈം ബോംബ്, ഇതൊക്കെ പൊട്ടുവോ? ഫ്ലവർ ബോംബ്. പുള്ളിക്കാരി വന്നിരിക്കുന്നത് കാറിലാണ്. അപ്പോൾ മീറ്റർ ടൈം ബോംബ് മതിയാവും. ഫോളോ മീ. അക്കൗണ്ട്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാനൊന്ന് മാറി നിന്നാ മതി, അപ്പോഴേയും കാര്യങ്ങളൊക്കെ തകരാറിലാക്കും. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഇതൊക്കെ കറക്റ്റ് ചെയ്തെന്ന് എനിക്ക് കൊടുക്കും. അറ്റ്ലീസ്റ്റ് 1 month സാർ. ഒരു മാസമോ? നോ, ഓൺലി 15 days. ഇതിലെ ഒരു മൺ റോഡ് ഉണ്ടായിരുന്നല്ലോ, താഴെ ഒരു നരിമടയും. ഓ മൈ ഗോഡ്, എന്തൊരു ഓർമ്മയെ നോക്ക്. രാജേട്ടാ, രാജേട്ടാ, അങ്ങോട്ടൊക്കെ ഇത്തിരി നേരം ഞാൻ ഒറ്റയ്ക്ക് നടക്കട്ടെ? ഒറ്റയ്ക്കുള്ള ഈ നടപ്പ് യാത്രയൊക്കെ സൂക്ഷിക്കണം. ഐ ഡോണ്ട് കെയർ. മാത്രമല്ല, ഞാൻ എവിടെ പോയാലും ഡാഡിയും മമ്മിയൊക്കെ കൂടെ ഉണ്ടെന്നൊരു തോന്നല. പിന്നെ അറിയാത്ത വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് രാജേട്ടാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കേ, ബൈ. ഹലോ മിസ്റ്റർ വാസു. ഹലോ സാർ. സാർ എന്നെ മറന്നു എന്നാണ് കരുതിയത്. നോ 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 നോ, മറന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ജി സാർ. നോ താങ്ക്സ്. ഞാൻ ഓപ്പറേഷൻ തയ്യാറായാണ് വന്നിരിക്കുന്നത്. ആരെ, എവിടെ, എപ്പോൾ എന്ന് മാത്രം പറഞ്ഞാൽ. വെരി ഗുഡ്. പിന്നെ എന്റെ പ്രതിഫലം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കൂടിയിട്ടുണ്ട്. ഒരു 25,000 ഉണ്ട്. പ്രതിഫലമല്ല പ്രശ്നം, ഈരിച്ചെവി അറിയാതെ കാര്യം സക്സസ് ആക്കണം. ജി സാർ. ഞാനിതിന്റെ പിന്നിലുണ്ടെന്ന് ഒരു ഈച്ച പോലും അറിയരുത്. അക്കാര്യം സാർ എനിക്ക് വിട്ടു തന്നേക്കൂ. സാബ് പോലും പറയാതെ സാബിനെ ഞാൻ തൂൾ തൂളാക്കി കാണിച്ചു തരാം. എന്നെ സാർ? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ വെച്ച് താമസിപ്പിക്കുന്നത് കൂടുതൽ അപകടമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നന്ദിനിക്ക് വലുത് സംഭവിച്ചാൽ ആ വക്കീലിന് സംശയം തോന്നാനിടയുണ്ട്. അവളെ കാനഡ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു തന്നെ അയാളുടെ ബുദ്ധിയാണ്.
ഒരു കാലത്ത് ഇവിടുത്തെ കാവൽപ്പട്ടിയായിരുന്നല്ലോ കക്ഷി. അപ്പോ ഓപ്പറേഷൻ ഇന്ന് തന്നെ ആവാമല്ലേ? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. ഇവിടുന്ന് അവൾ പോകുന്നത് വക്കീലിന്റെ വീട്ടിലേക്കായിരിക്കും. അവൾ അവിടെ എത്താൻ പാടില്ല. 25-ാം തീയതി കണക്കുകൾ പരിശോധിക്കാൻ മിസ് നന്ദിനി മേനോൻ ഉണ്ടാവരുത്. ഓക്കെ? ഡൺ. എന്താ ഞാൻ അങ്ങോട്ട് മാറിയേക്കാം? അമ്മ ചേച്ചിക്ക് എന്നോട് എന്ത് സ്നേഹാന്നോ. രാജേട്ടൻ എന്നും വീട്ടിലേക്ക് വരാത്തതിൽ അമ്മ ചേച്ചിക്ക് പരിഭവാ. അതെയോ? ഇന്ന് തന്നെ കൂട്ടിട്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാ വന്നത്. അതെന്താ? 2 ദിവസം ഞാൻ എത്തിയേക്കാം. ഓക്കെ. മോളെ സൂക്ഷിച്ചോടിക്കണേ, മുഴുവൻ ഹെയർപിന്റെ വളവളാ. യാ. Okay, see you. See you. എല്ലാം ഓക്കെ ആണല്ലോ? വിത്തിൻ 1 hour. എന്റെ അമ്മോ, 1 മണിക്കൂറിൽ ബോംബ് പൊട്ടുവന്നാ. നിങ്ങൾ അവളെ ഫോളോ ചെയ്യണം. അവൾ അറിയരുത്. ബ്ലാസ്റ്റിംഗ് നടന്നാൽ ഉടൻ എന്നെ വിവരം അറിയിച്ചിരിക്കണം. എന്റെ ഓരോ ഓപ്പറേഷന്റെ റിസൾട്ടും ഞാൻ നേരിൽ കാണാറുണ്ട്. അതാണ് എന്റെ പോളിസി. ഗുഡ്. ഫോളോ മീ. വാ. പോക്കേണ്ട. അവളുടെ ഒടുക്കത്തെ പോകാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്കൊരു ത്രില്ലാണ്. പണ്ട് ഡാറാഡൂണിൽ വെച്ച് പോലീസ് ജീപ്പ്. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, നമ്മ ടൈം ബോംബ് വെച്ചത് ഇവന്മാർ ഇത്ര പെട്ടെന്ന് അറിഞ്ഞ. കമ്പ്യൂട്ടറിൽ കള്ളം പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന മെഷീനും ഇറങ്ങിയ കാലമാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവരെ സ്ക്രീനിൽ കാണും. ഏതായാലും പിടികൊടുക്കരുത്. ജൽദി. അത് ശരിയാ. പാണ്ഡ്യ, ആ തെണ്ടികൾക്ക് സൈഡ് കൊടുക്കണ്ട, വേഗം വിട്ടോ. എടോ പരമേശ്വരൻ പിള്ളേ, അവന്മാര് നമ്മളെ കണ്ടിട്ടാണല്ലോ ഒളിച്ചത്. ശരിയാ സാറേ, ഞാനും കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. കുറെ നേരമായല്ലോ അവന്മാർ റോഡിൽ കിടന്ന് കസർത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട്. സർക്കസുകാരാണോ? വല്ല കള്ളക്കടത്തുകാരായിരിക്കും സാറേ. ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യടോ. എന്താ പിക്കപ്പ് തീർന്നോ പരമേശ്വരൻ പിള്ളേ? സർക്കാർ വണ്ടിയല്ലേ സാറേ. എടോ മെല്ലെ പോടോ, ഇതിന് പിക്കപ്പ് കുറവാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇങ്ങോട്ട് ഇറങ്ങി ഓടാത്തണ്ടികളെ. എന്നെ കണ്ടപ്പോ എന്തിനാടാ ഒളിച്ചത്? ഒളിച്ചപ്പാണ് സാർ കണ്ടത്. നീ ആരാടാ? ബോംബ് ബോംബെ വന്ന ഗൂർക്ക വാസു. അപ്പൊ നീ ആരാടാ? ഞാൻ ചിന്ന കൂർക്ക. ജീപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടോടാ? ഇതിനകത്ത് സത്യമായിട്ടൊന്നുമില്ല സാർ. ആ. ഇതിന് മുമ്പേ പോയ വണ്ടിയില് ഈ വാസു ഒരു ബോംബ്. ബോള് മുതലാളിയുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തയച്ച. അത് പൊട്ടുവെന്നറിയാം കിട്ടുമെന്നറിയാൻ വേണ്ടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന കഴിഞ്ഞിട്ട് ഫോളോ ചെയ്താൽ മതി. പരിശോധിക്കാം. സീറ്റ് മാറ്റണം. അടിക്കടി ഇവിടൊക്കെ വരാറുണ്ടോ? ഇല്ലേ ഇല്ല. അടിക്കടി ഇത് അനങ്ങാറുണ്ടോ? പേടി വരുമ്പോ മാത്രം. അപ്പൊ എന്നെ പേടിയില്ല? പേടിയുണ്ട്. അരങ്ങ എല്ലാം പരിശോധിച്ചു, ഒന്നുമില്ല സാർ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അതിലൊന്നുമില്ലെന്ന്. അതെ. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തോമസേ, അതിങ്ങ് എടുക്ക്. എന്റെ പൊന്ന് സാറേ, ഞങ്ങളെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലരുത്. കുഞ്ഞു കുഞ്ഞു പ്രാരാബ്ദങ്ങളുള്ളതാണ്. മ്യൂസിക് ഇഷ്ടമാണോ? ഛേ, അയ്യോ. അല്ലേ? ആണ്. ഗുഡ്, ഇഷ്ടാണ്. വെരി ഗുഡ്. അതിങ്ങ് എടുക്കണോ? ഇത് ഞാൻ സംഗീതം പറഞ്ഞ ഗീതഗാനങ്ങളാണ്. കേൾക്കണം. അയ്യേ. താങ്ക്സ്.
താങ്ക്സ് പോരാ, 72 രൂപ വേണം. ഞങ്ങൾ കാശ് എടുത്തില്ല സാർ. സാരമില്ല, കാശ് 10-ാം മൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാ മതി. ആ. 6 ഇവിടുത്തെ 3 ഫ്രീ. ഓർമ്മയിലിരിക്കട്ടെ, 10-ാം മൂട് പോലീസ് സ്റ്റേഷൻ 72 രൂപ. ഫോളോ മീ. പരമേശ്വര പരമേശ്വര. കഷ്ടം. ഹലോ, സ്റ്റോപ്പ് പ്ലീസ്. വാട്ട്സ് ദ മാറ്റർ? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഐ സി, വെരി ഗുഡ്. ഒന്ന് സഹായിക്കാൻ ആ, ആരെങ്കിലും? ഓക്കെ ഓക്കെ. ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. I was in Canada. ഐ സി, വെരി വെരി ഗുഡ്. വാട്ട്സ് യുവർ നെയിം? I'm Miss Nandini Menon. ഞാൻ സഹായിക്കണോ? ആ. സഹായിക്കാൻ ഇവിടെ നിന്നാലേ സ്റ്റേഷനിൽ എന്നെ സഹായിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. സോറി, ഞാൻ അല്പം ബിസിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഓക്കെ? Yes sir, I'll be very thankful. ഇറ്റ്സ് ഓൾ റൈറ്റ്. മ്യൂസിക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ റോക്ക് റാപ്പ് കേൾക്കണം, ഇഷ്ടാവും. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കേറണ്ണ കേറണ്ണ കേറണ്ണ, വീട്ടിൽ വലിഞ്ഞ് കേറണ്ണ. Lick it up, and them a get dangerous. Lick it up, and lick it up, and them a get house.